اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതീദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. 85-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ അക്വാനു ലാഹിറുഹാ ഗിർറ വ ബാത്തിനുഹാ ഇബ്റ ഫന്നഫ്സു തൻദുറു ഇലാ ലാഹിരി ഗിർറതിഹാ വൽ ഖൽബു യൻദുറു ഇലാ ബാത്തിനി ഇബ്റതിഹാ. അൽ അക്വാനു, സൃഷ്ടികൾ അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ, ലാഹിറുഹ, അതിൻ്റെ ബാഹ്യവശം, ഗിർറ, വഞ്ചനാപരമാണ്, വ ബാത്തിനുഹ, അതിൻ്റെ ആന്തരിക വശം, ഇബ്റ, ചിന്താപരവുമാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സൃഷ്ടികളാകട്ടെ ഭൗതിക വസ്തുക്കളാകട്ടെ, ആ ഭൗതിക വസ്തുക്കളും അതിൻ്റെ ആഡംബരങ്ങളും അതിൻ്റെ ഭംഗിയൊക്കെ അതൊക്കെ വഞ്ചനാപരമാണ്. ഒരു മനുഷ്യന്റെ ദൃഷ്ടി അതിൻ്റെ ബാഹ്യവശത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ദുന്യാവിനോടുള്ള അതിൻ്റെ മുഞ്ച് കണ്ടിട്ട്, അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട്, ആ ദുനിയാവിൻ്റെ നയനമനോഹരമായ കാഴ്ച കണ്ടിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള പ്രേമം അണപൊട്ടും. അതുകൊണ്ട് തന്നെ അൽ അക്വാനു, സൃഷ്ടികൾ, ലാഹിറുഹ, അതിൻ്റെ ബാഹ്യവശം, ഗിർറ, വഞ്ചനാപരമാണ്, വ ബാത്തിനുഹ, അതിൻ്റെ ആന്തരിക വശം, ഇബ്റ, ചിന്താപരവുമാണ്. അതിൻ്റെ ആന്തരികമായ വശമെന്ന് പറയുമ്പോൾ പുറമേ കാണുമ്പോൾ നമുക്കത് നയനമനോഹരമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ആഡംബരങ്ങളും അതിൻ്റെ പ്രൗഢി കണ്ടിട്ട് നമ്മുടെ കണ്ണിനത് കുളിർമയാകുന്നുണ്ട് എങ്കിലും അത് അതിൻ്റെ ഖുബഹിലേക്കും അതിൻ്റെ ഹിസ്സത്തിലേക്കും, അതിൻ്റെ നിസ്സാരത, അതിൻ്റെ മോശത്തരം, അതാണ് നമുക്ക് ബാത്തിനിയായ നിലക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആന്തരികമായ വശങ്ങളിലേക്ക് പോകുമ്പോൾ അതൊക്കെ നമ്മളെ ചിന്ത നമ്മളെ കൊണ്ടുപോകുന്നത്, അതൊക്കെ നമ്മളെ നശിപ്പിക്കുന്നതാണ്. അള്ളാഹുവിനെ തൊട്ടുള്ള മറകളാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനിനെ ഇല്ലായ്മ ചെയ്യുന്ന വസ്തുക്കളാണ് എന്ന് ആന്തരികമായി ചിന്തിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, അൽ അക്വാനു, സൃഷ്ടികൾ, ലാഹിറുഹ, അതിൻ്റെ ബാഹ്യവശം, ഗിർറ, വഞ്ചനാപരമാണ്, വ ബാത്തിനുഹ, അതിൻ്റെ ആന്തരികമായ വശം, ഇബ്റ, ചിന്താപരമാണ്. ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നു, ഫന്നഫ്സു, നമ്മളുടെ നഫ്സ്, നമ്മുടെ ശരീരം, അത് തൻദുറു, അത് നോക്കുന്നത്, ഇലാ ലാഹിരി ഗിർറതിഹ, ആ സൃഷ്ടികളുടെ വഞ്ചനാപരമായ ബാഹ്യവശങ്ങളിലേക്കാണ് നമ്മുടെ നഫ്സ് നോക്കുക. കാരണം നഫ്സ് എന്ന് പറയുന്നത് വൈകാരികമായി ചിന്തിക്കുന്നതാണ്. വികാരം എന്ന് പറയുന്നതിന് അടിമപ്പെടുന്നതാണ് നഫ്സ്. അതുകൊണ്ട് തന്നെ ഫൻ നഫ്സു, അപ്പോൾ നഫ്സ്, തൻദുറു, ആ നഫ്സ് നോക്കുന്നത്, ഇലാ ലാഹിരി ഗിർറതിഹ, ആ സൃഷ്ടികളുടെ വഞ്ചനാപരമായ ബാഹ്യവശങ്ങളിലേക്കാണ് ആര് നോക്കുക? നഫ്സ് നോക്കുക. കാരണം നഫ്സ് വികാരത്തിന് അടിമപ്പെട്ടതാണ്, വൈകാരികമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടതാണ് നഫ്സ്. അപ്പൊ ആ നഫ്സ് പുറമെയുള്ള ആ മോടിയിലേക്കാണ് എന്ത് നോക്കുക?
നഫ്സ് നോക്കുക. എന്നാൽ വൽ ഖൽബു യൻദുറു ഇലാ ബാത്തിനി ഇബ്റതിഹാ, വൽ ഖൽബു ഹൃദയം, യൻദുറു ഹൃദയം നോക്കുന്നത് ഇലാ ബാത്തിനി ഇബ്റതിഹാ, ആ സൃഷ്ടികളുടെ ചിന്താപരമായ ആന്തരിക വശങ്ങളിലേക്കാണ് ഹൃദയം നോക്കുക. ഹൃദയത്തിനൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താ? നഫ്സിനിക്ക് വികാരമാണെങ്കിൽ ഹൃദയത്തിനക്ക് വിവേകമുണ്ട്. ഹൃദയം അതിൻ്റെ ചതിയെ മനസ്സിലാക്കും. നമ്മളെ കൊണ്ടുപോകുന്ന വഴികളൊക്കെ ദുർഘടമായ വഴികളാണ്, അത് പൈശാചിക മേഖലയാണ്, അത് നഫ്സുൽ അമ്മാറയാണ്, നഫ്സുൽ ലവ്വാമയാണ് എന്ന് നമ്മുടെ ഹൃദയം നമുക്ക് വിവേകത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കി തരും. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, വൽ ഖൽബു ഹൃദയം, യൻദുറു ഹൃദയം നോക്കുന്നത് ഇലാ ബാത്തിനി ഇബ്റതിഹാ, ആ സൃഷ്ടികളുടെ ചിന്താപരമായ ആന്തരിക വശങ്ങളിലേക്കാണ് ഹൃദയം നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ. മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾ എന്ന് പറയുന്ന വൈകാരികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, വൈകാരികമായി ചിന്തിക്കുന്ന ഒരു വസ്തുവാണല്ലോ സ്ത്രീ. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ, സന്താനങ്ങൾ, സമ്പത്തുകൾ, അതുപോലെ കുടുംബങ്ങൾ, കൂട്ടുകാർ, ഇതൊക്കെ ജനങ്ങൾക്ക് മൊഞ്ചാക്കി കാണിക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിന് തൊട്ട് നിങ്ങളെ തിരിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. നിങ്ങളെ മക്കള് കാരണമായി, നിങ്ങളെ സമ്പത്ത് കാരണമായി, ദുനിയാവ് കാരണമായി നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം നഫ്സ് വല്ലാതെ പോവുക ഏതുമ്മക്കാണ്? ദുനിയാവിന്റെ ബാഹ്യവശങ്ങളിലേക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന് പറയുന്ന അത്ഭുത മൃഗത്തിന്റെ പുറത്ത് കയറി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാളും കൂടെ പോകുന്ന സമയത്ത് ഒരു സുന്ദരിയായ പെണ്ണിന്റെ രൂപത്തിൽ ഒരു സ്ത്രീയെ അള്ളാഹുവിന്റെ പ്രവാചകർ കണ്ടല്ലോ. മലായിക്കത്തിനോട്, ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആരാണത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതാണ് ദുനിയാവ് നബിയെ. ദുനിയാവ് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് നമ്മളോട് മുട്ടിയുരുമ്മി, നമ്മളോട് പുഞ്ചിരിച്ച്, എല്ലാ വശീകരണ ശക്തികളും ഉപയോഗിച്ച് നമ്മുടെ പിന്നാലെ തന്നെ ദുനിയാവുണ്ട്. അതുകൊണ്ട് ആ ദുനിയാവിൻ്റെ ബാഹ്യവശങ്ങളിലേക്ക് മാത്രമേ നഫ്സ് നോക്കുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ചതികൾ എന്താണ്, അതുകൊണ്ടുള്ള ഷർറുകൾ എന്താണ്, അത് നമ്മെ നശിപ്പിക്കാനുള്ളതാണ്, അള്ളാഹുവിലേക്ക് ഉസൂലാകുന്നതിനെ തൊട്ടുള്ള മറയാണ്, അള്ളാഹുവിലേക്കുള്ള ചിന്തയെ തൊട്ട് മറക്കുന്ന വസ്തുവാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അത് നഫ്സല്ല, അത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിന് എന്തുള്ളൂ? വിവേകം എന്ന് പറയുന്ന സാധനമുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്. നഫ്സ് ഏതിൻ്റെയും മാധുര്യം ആഗ്രഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ യമനിലേക്ക് പോയ സമയത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു യമനി ഭക്ഷണം, ഏറ്റവും രുചികരമായ യമനി ഭക്ഷണം, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ യമൻ മന്തി എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ ആളുകൾ അതിലേക്ക് ഓടിക്കൂടാറുണ്ട്. കാരണം ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് യമനികൾ. അവ യമനി മോഡൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും താല്പര്യപ്പെടലുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു യമനിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു,
ഞങ്ങളെ സ്പെഷ്യലായൊരു ഭക്ഷണമുണ്ട്, അത് നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മുമ്പിലേക്ക് ആ ഭക്ഷണവുമായി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആ ഭക്ഷണം വേണ്ട, എനിക്ക് ആ ഭക്ഷണം നിങ്ങൾ തരരുത്. അലിയാർ തങ്ങളെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച അവരെ മുഖത്തു നോക്കി അലിയാർ തങ്ങൾ പറഞ്ഞു, എനിക്ക് ആ ഭക്ഷണം വേണ്ട. അപ്പൊ യമൻകാര് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്ര തരം മുന്തിയ ഭക്ഷണങ്ങളൊന്നും ശരീരത്തിന് കൊടുത്തിട്ട് ഞാൻ ശീലിപ്പിച്ചിട്ടില്ല. എൻ്റെ ശരീരത്തിന് ഇത്ര മാധുര്യമുള്ള ഭക്ഷണമൊന്നും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ശീലിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാനെങ്ങാനും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിനോടുള്ള വല്ലാത്ത താല്പര്യം പല സമയങ്ങളിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ കഴിക്കൽ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. എനിക്ക് പരിചയമില്ലാത്ത, ഇതുവരെ കഴിക്കാത്ത, പരിചയമില്ലാത്ത ഭക്ഷണം എൻ്റെ ശരീരത്തിന് ഞാൻ കൊടുത്തിട്ട് ആ ശരീരത്തിന് അതിനോടുള്ള മോഹം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് താരീഖിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അത്രമാത്രം സൂക്ഷ്മശാലുക്കളായിരുന്നു മുൻഗാമികളാകുന്ന സ്വലഫുസ്വാലിഹീങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും അതുപോലത്തെ താബീങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. വല്ലാത്ത രുചികരമായ ഭക്ഷണം കഴിക്കാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം എന്താണ്? അതിലേക്ക് വല്ലാതെ ഹൃദയം അതിലേക്ക് ചാഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ലോകത്ത് അല്ലാഹു തആല ഒരുപാട് രസകരമായ സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കൊന്നും നിങ്ങളെ കണ്ണിനെ നിങ്ങൾ നീട്ടാൻ പാടില്ല എന്ന്, അതിലേക്കൊന്നും നിങ്ങളെ കണ്ണ് നീങ്ങിപ്പോകരുത് എന്ന്, അല്ലെങ്കിൽ അതിലേക്കൊന്നും നോക്കി പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ദുനിയാവ് എന്ന് പറയുന്നത് പുറംപൂച്ചാണ്. ഹൽവത്തുൻ ഖദിറ. ദുനിയാവിന്റെ പുറം നോക്കുമ്പോൾ അത് ഭയങ്കര മധുരതരമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളോ ജീഫത്തുൻ ഖദിറ, അത് മ്ലേച്ഛമായ ശവമാണ്. അങ്ങനെയാണ് മഹാന്മാരാകുന്ന ആളുകളൊക്കെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, നമ്മൾ ചില പഴങ്ങൾ കാണുമ്പോൾ, പുറത്ത് കാണുമ്പോൾ നല്ല രസകരമായ നിലക്ക് നമ്മൾ ആ പഴം കാണും. പക്ഷെ കഴിച്ചാൽ അത് ചമർപ്പേക്കാരം, അത് ഭയങ്കര കയ്പേക്കാരം. അതേപോലെയാണ് ദുനിയാവ്. കാണാൻ ഭയങ്കര മൊഞ്ചാണ്, എല്ലാരെയും ആകർഷിപ്പിക്കും, എല്ലാരെയും അതിലേക്ക് മുന്നിടിപ്പിക്കും. അതൊക്കെ തന്നെയാണ് ദുനിയാവ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂല് ഇത്തഖുദ്ദുനിയ എന്ന് പ്രത്യേകമായി പറഞ്ഞത്. ദുനിയാവിനെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണേ. അപ്പോ ദുനിയാവിന്റെ പുറം മൂടി അതൊരു മനുഷ്യനെ വല്ലാതെ ആകർഷിപ്പിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ഉള്ളു പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അത് ശക്തമായ കയ്പാണ്, അതൊരു ശവമാണ് എന്ന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്, വേസ്റ്റ് കൊട്ടയാണ്. എല്ലാത്തിൻ്റെയും വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് കൊട്ടറില്ല, ആ കൊട്ടയാണ് സത്യത്തിൽ എന്ത്? ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിലേക്ക് നിങ്ങൾ വല്ലാതെ മുന്നിടാൻ പാടില്ല എന്ന് സയ്യിദുന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയണ്ടായി. ഇന്ന് ഞാൻ ഒരു നക്കല് കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തന്നെ പറയുന്നുണ്ട്, ദീനാർ എന്ന് പറയുന്ന പേര് ഒരാള് ഇപ്പോ അതൊരു നാണയത്തിന് നമ്മൾ ദീനാർ എന്ന് പറയല്ല, പൈസക്ക് ദീനാർ എന്ന് പറയലുണ്ട്. ദീനാർ എന്ന് പറഞ്ഞാൽ ദീൻ പ്ലസ് നാർ എന്നാണ്. ഒരാള് സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവഴിച്ചാൽ അതെന്തായി? ദീനാവും. അതല്ല മോശമായ രൂപത്തിൽ ചെലവഴിച്ചാലോ അത് നാറാണ്. അതാണ് ദീനാർ എന്ന പേര് അതിന് വരാനുള്ള കാരണം. നല്ല രൂപത്തിൽ ചെലവഴിച്ചാൽ അത് ദീനിയായ ചെലവഴിക്കലാണ്. മോശമായ ഹറാമായ കാര്യത്തിൽ ചെലവഴിച്ചാലോ അത് നാറാണ്, ആ ചെലവഴിക്കൽ നരകത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഭൂമിന്റെ മുകളിലുള്ളതിനൊക്കെ നമ്മൾ ആക്കിയത് സീനത്തൻ ലഹാ, അവർക്കത് ഭംഗിയാക്കിക്കാണ്, മൊഞ്ചാക്കി കാണിച്ചിക്കാണ്.
എന്തിനാണത്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു തആല മനുഷ്യന്മാർക്കാണ് കൊടുക്കുകയാണ്. എല്ലാത്തിലേക്കുള്ള ആഗ്രഹവും അല്ലാഹു തആല കൊടുക്കുകയാണ്. എന്നിട്ട് എന്നെ അവർ മറക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല നോക്കുകയാണ്. ഈ ദുനിയാവിന്റെ എല്ലാ ഭൗതിക സുഖങ്ങളും നൽകിയിട്ട് പോലും അള്ളാഹുവിലേക്ക് മാത്രം തവജ്ജുഹായ എത്രയോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുണ്ട്. ഈ ലോകം അടക്കി ഭരിക്കാനുള്ള അനുവാദം കൊടുത്താലാണ് സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാ അനുഭൂതികളും എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും അദ്ദേഹത്തിന്റെ ഹൃദയം ഒരാൾക്കും കൊടുത്തില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. കാരണം എന്താണ്? വൽ ഖൽബു, ഹൃദയം എന്ന് പറയുന്നത്, യൻദുറു, അത് നോക്കുന്നത്, ഇലാ ബാത്തിനി ഇബ്റതിഹാ, ആ സൃഷ്ടികളുടെ ചിന്താപരമായ ആന്തരിക വശങ്ങളിലേക്കാണ് ഹൃദയം നോക്കുക. ഹൃദയത്തിന് വിവേകമുണ്ട്, നഫ്സിന് വികാരമുള്ളൂ. അതുകൊണ്ട് നഫ്സിന്റെ വികാരത്തിന് അടിമപ്പെടാതെ ഹൃദയത്തിന്റെ വിവേകത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നൂറ് നമ്മുടെ ഹൃദയത്തിൽ ഇറക്കുകയും അള്ളാഹുവിനെ കാണാനുള്ള കഴിവ് അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.